അപ്പോൾ എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കൊക്കയെല്ലാമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു വലിയൊരു പേരമരമാണ്, നമുക്ക് താഴ്ന്നു എത്തൂല, മുകളിലാണ് പേരക്ക മുഴുവൻ. അതാണെങ്കിൽ വവ്വാൽ തരുന്നുമില്ല. വവ്വാൽ ഇനി കുറച്ച് കൊടുക്കില്ല എന്ന് വെച്ച് ഞാനും പുറപ്പെട്ടു. അപ്പോൾ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുമ്പേ ഉണ്ടായിരുന്ന ആ മഴയുള്ള സമയത്തൊക്കെ കഴിച്ചത് വലിയ പേരക്കയാണ്, പിന്നീട് ഇങ്ങോട്ട് കഴിച്ചതെല്ലാം ചെറിയതാണ്. അപ്പോൾ ഇത് നല്ല ജ്യൂസാക്കാൻ പറ്റും, നല്ല രസമാണ്. ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ്. അപ്പോൾ നമുക്കന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അത് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ കേടായ ഭാഗമൊക്കെ അങ്ങ് ചെത്തി കളഞ്ഞ് കട്ടിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ടു. അപ്പോൾ അത് വലിയ ജാറിൽ തന്നെ അടിക്കണം, കാരണം അതിൻ്റെ കുരു ചെറിയ ജാറിൽ അടിച്ചു കഴിഞ്ഞാൽ അത് അരിഞ്ഞു പോകും. അപ്പം വലിയ ജാറിലടിക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക. മധുരം ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങയും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു അതിലേക്ക് വേണമെങ്കിൽ എടുത്ത് കളയുക. അപ്പോൾ എൻ്റെ ജാറിലേക്ക് 2 കുരു വീണിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് കളയുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ച വെള്ളം എടുത്ത് ഒഴിക്കുക. അപ്പം നന്നായിട്ട് അടിച്ചെടുക്കുക. ഇപ്പം നമ്മളത് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എത്രയായാലും അതിൻ്റെ കുരു ഉണ്ടാവും. അപ്പം കുരു ഉണ്ടാകുമ്പോൾ നമുക്കത് കുടിക്കാൻ അത് രസം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അരിച്ചെടുത്ത് എൻ്റെ ക്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചു. അപ്പോൾ എനിക്കിന്നൊരു എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ അടുത്ത കൂട്ടുകാരി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആദ്യം അവൾക്ക് കൊടുക്കുവാണ്. അപ്പോൾ അവൾക്ക് കുടിച്ച് അതിൻ്റെ അഭിപ്രായം പറയുന്നതാണ്. അപ്പം അങ്ങനെ അവൾക്ക് കൊടുത്തു, ഞാനും കുടിച്ചു. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല രസമുണ്ട്. എല്ലാവരും ഉണ്ടാക്കുക, കുടിക്കുക. അപ്പം എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ഗുഡ് ബൈ.